മേഘനെതിരെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് ഞാനല്ല. അവന് മാനസ് എന്ന പെൺകുട്ടിയായിട്ട് മാത്രമല്ല, മറ്റു പല പെൺകുട്ടികളുമായിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ടാ എന്റെ പെങ്ങളെ അവന് കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതിനെ എതിർത്ത് തോൽപ്പിച്ചിട്ട് കല്യാണം ഗംഭീരമായിട്ട് നടത്തിയവര് ഇനി സ്വന്തം തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിച്ചാ മതി. അല്ലാതെ ആ കുറ്റം കൂടി എന്റെ ഇയാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. സാഗർ കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവനോടൊപ്പം പോയ മഞ്ജുവിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ന്യായീകരിക്കുന്നുമില്ല. പക്ഷെ അവനെ കളഞ്ഞിട്ട് എന്നെങ്കിലും മഞ്ജു ഈ വീട്ടിലേക്ക് വന്നാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ സ്വീകരിച്ചിരിക്കും. കാരണം അവളുടെ ഉള്ളിൽ നിങ്ങളുടെയൊക്കെ അത്രയും വിഷം ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പാടോ. അമ്മ, അയാളുടെ ഏത് കാലിനാ സ്വാധീനം കിട്ടിയത്? വലത് കാലിന്. പക്ഷെ അയാൾ ഇടത് കാല് ചലിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയല്ലോ. അയ്യോ മോളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കും അങ്ങനെ തോന്നിയെന്ന്. ഞാനാണെങ്കി അവൻ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും ചെയ്തു. ഇനി അതും കൂടെ ബാക്കിയുള്ളൂ. രണ്ടാളും വെറുതെ മനുഷ്യന്റെ മൂട് കളയാനായിട്ട് ഓരോന്ന് പറയാതെ. ശരിക്കും ഞാൻ കണ്ടതാ അയാളുടെ ഇടത് കാല് ചലിക്കുന്നത്. അത് ഇടത് കാല് തന്നെയാണോ? അങ്ങനെ എനിക്ക് തോന്നിയത്. ഞാൻ 1-2 തവണ നോക്കിയതാ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങേരുടെ കാല് തന്നെയാ. തോമസ് വൈദ്യന്റെ ചികിത്സ വലിച്ചു തുടങ്ങിയോ അമ്മേ? കണ്ണനെ പോലെ ആയി മോളെ ഞാനും. ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛനും മോനും ആ പ്രതാപനും ഒന്നും കേൾക്കത്തില്ല. ഇനി ആരൊക്കെ ഇതുപോലെ നടുവൊടിഞ്ഞ് വീഴുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എവിടെ കരിനാക്ക് തന്നെ എല്ലാത്തിനും കാരണം. ആ അതെ അതെ, ഇനി അകത്തെങ്ങാനും പോയി കിടക്കാൻ നോക്ക്. ദേ പുന്നാര മോൻ വരുന്നുണ്ട്, ഭാര്യയെ വല്ലവനും കൊടുത്തിട്ട്.